ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം. ഇന്ന് നമ്മൾ കറണ്ട് അഫെയർസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഏതാനും കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ ലോക ജനസംഖ്യ എത്ര കോടിയായിട്ടാണ് UNFA റിപ്പോർട്ട് പ്രകാരം എത്ര കോടിയായിട്ടാണ് മാറിയത്? 811.9 കോടി. നമ്മുടെ ലോക ജനസംഖ്യ 811.9 കോടിയായിട്ട് മാറി. UNFPA എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക ജനസംഖ്യയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്ന ഒരു ഏജൻസിയാണ്. UNFPA അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ് എന്നാണ്. യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഡോക്ടർ നതാലിയ കനേമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ലോക ജനസംഖ്യ UNFPAയുടെ റിപ്പോർട്ട് പ്രകാരം 811.9 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഡോക്ടർ നതാലിയ കനേ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് മാറി. നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 144.17 കോടിയാണ്. നമുക്കറിയാം, നേരത്തെ ചൈനയായിരുന്നു ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. പക്ഷെ ചൈന 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ചൈനയിലെ ജനസംഖ്യ 142.5 കോടിയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുകയാണ് 144.17 കോടി ജനസംഖ്യയുമായിട്ട്. അതുപോലെ തന്നെ ഈ UNFPA റിപ്പോർട്ട് പ്രകാരം ആയുർദൈർഘ്യത്തിൽ ഏറ്റവും മുന്നിലുള്ളത് സ്ത്രീകളാണ്. ആഗോള ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ സ്ത്രീകളുടെ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ 76 വയസ്സായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 71 വയസ്സ്. അപ്പോൾ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളതായിട്ട് UNFPA റിപ്പോർട്ട് പ്രകാരം പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാവികസേനയുടെ പുതിയ മേധാവിയെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ പേര് വൈസ് അഡ്മിറൽ DK ത്രിപാഠിയാണ്. മുൻപ് നമുക്കറിയാം R ഹരികുമാർ ആയിരുന്നു. അപ്പം നാവികസേന പുതിയ മേധാവി വൈസ് അഡ്മിറൽ DK ത്രിപാഠി. അതുപോലെ തന്നെ മുൻപത്തത് R ഹരികുമാർ ആയിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വനിതാ 2020 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികളായ 2 പേര്. നമുക്കറിയാം, ഇതിനു മുൻപും മിന്നുമണിയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യൻ വനിതാ 2020 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികളായ 2 പേരാണ് തിരുവനന്തപുരം സ്വദേശിയായ ആശാ ശോഭനയും വയനാട് സ്വദേശിയായ സജന സജീവനും. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, ആശാ ശോഭന തിരുവനന്തപുരം സ്വദേശി, സജന സജീവൻ വയനാട് സ്വദേശി. നെക്സ്റ്റ് ചോദ്യം, എത്രാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ 19 സ്റ്റാർട്ട് ചെയ്തത്? 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇതിൻ്റെ വോട്ടെണ്ണൽ എന്നാണ് ജൂൺ 4-ാം തീയതിയാണ്. അപ്പോൾ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഈ ഏപ്രിൽ 19 തുടങ്ങിയത്. വോട്ടെണ്ണൽ ജൂൺ 4. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്ത രാജ്യം? ഫിലിപ്പൈൻസ് ആണ്. ഇന്ത്യ നമ്മുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആദ്യമായിട്ട് കയറ്റുമതി ചെയ്തിരിക്കുന്നത് ഫിലിപ്പൈൻസിലേക്കാണ്. അതുപോലെ തന്നെ ലോകത്തിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വേഗമേറിയ മിസൈലാണ് ബ്രഹ്മോസ്. ബ്രഹ്മോസ് ഏതൊക്കെ രാജ്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ബ്രഹ്മോസ് വികസിപ്പിച്ചിട്ടുള്ളത്? ഓർത്ത് വയ്ക്കുക, ഇന്ത്യയും റഷ്യയും. ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും കൂടിയിട്ടാണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയുടെ ഈ വർഷത്തെ വളർച്ചാ നിരക്ക് IMFന്റെ കണക്ക് പ്രകാരം എത്രയായിട്ടാണ് പറയുന്നത്? 6.8%. അപ്പോൾ IMF കഴിഞ്ഞ ജനുവരിയിൽ പറഞ്ഞത് ഇന്ത്യയുടെ ഈ വർഷത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ 6.5% എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഈ വർഷത്തെ വളർച്ചാ നിരക്ക് IMFന്റെ റിപ്പോർട്ട് പ്രകാരം 6.8%. അടുത്ത വർഷം കൈവരിക്കാനിരിക്കുന്ന വളർച്ചാ നിരക്ക് IMF പ്രഡിക്റ്റ് ചെയ്യുന്നത് 6.5%. നെക്സ്റ്റ് ചോദ്യം, GI ടാഗ് ലഭിച്ച ട്രൈകളർ ബർഫി എന്ന് പറഞ്ഞത് ഏത് നഗരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ട്രൈകളർ ബർഫി എന്ന് പറഞ്ഞ ആ ഒരു പലഹാരം ഏത് നഗരത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ എവിടെയാണ് ഈ ഒരു പലഹാരം ലഭ്യമായിട്ടുള്ളത്? ഈയിടയ്ക്ക് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അതിന് ലഭിച്ചു. അപ്പം പേര് ട്രൈകളർ ബർഫി. അത് ഏത് നഗരത്തിൽ നിന്നാണ്? വാരാണസിയാണ് കേട്ടോ, UPയിലെ വാരാണസി. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, കുവൈറ്റിൻ്റെ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടു.
കുവൈറ്റിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ് ആണ്. ഒന്നുകൂടി പറയാം, ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ്. പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ആർമിയും ഏത് രാജ്യവുമായിട്ടുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ഡെസ്റ്റിലിക്? DUSTLIK കേട്ടോ. ഇന്ത്യൻ ആർമിയും ഏത് രാജ്യവുമായിട്ടുള്ള സംയുക്ത നാവികാഭ്യാസമാണ് ഡെസ്റ്റിലിക്? ഉസ്ബെക്കിസ്ഥാനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ആർമി വേഴ്സ് ഉസ്ബെക്കിസ്ഥാൻ, അവർ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് ഡെസ്റ്റിലിക്. നെക്സ്റ്റ് ചോദ്യം, NSG എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. NSGയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് നളിൻ പ്രഭാത്. ഇപ്പം NSG പുതിയ ഡയറക്ടർ ജനറൽ ആണ് നളിൻ പ്രഭാത്. NSG മീൻസ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആണ്. നെക്സ്റ്റ് ചോദ്യം, 2024 വേൾഡ് ഫ്യൂച്ചർ ഉച്ചകോടിയുടെ വേദി. 2024 വേൾഡ് ഫ്യൂച്ചർ ഉച്ചകോടിയുടെ വേദി അബുദാബിയാണ്. എവിടെയാണ്? അബുദാബി. അതുപോലെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. ആഗോള സാമ്പത്തിക രംഗം ഈ വർഷം നേടുന്ന വളർച്ച വെറും 2.5% മാത്രമാകുമെന്ന് പ്രവചിച്ച ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് അനലിറ്റിക്കൽ സ്ഥാപനത്തിൻ്റെ പേര്. അതിൻ്റെ പേരാണ് മൂഡീസ് അനലിറ്റിക്സ്. ഹിഗ്സ് ബോസോണെ കണ്ടെത്തിയ വ്യക്തിനെ നമുക്കറിയാം, പീറ്റർ ഹിഗ്സ്. അദ്ദേഹം ഈ കഴിഞ്ഞിടയ്ക്ക് അന്തരിക്കുകയുണ്ടായി. അപ്പോൾ ഹിഗ്സ് ബോസോണിനെ കണ്ടെത്തിയതാരാണ്? ഹിഗ്സ് ബോസോൺ മീൻസ് ദൈവഗണം അല്ലേ. അപ്പം ഹിഗ്സ് ബോസോണിനെ കണ്ടെത്തിയ വ്യക്തിയായ പീറ്റർ W ഹിഗ്സ് ഈയിടയ്ക്ക് അന്തരിച്ചു. അത് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ 1ാം റാങ്കുകാരനെന്ന റെക്കോർഡ് നേടുന്ന താരം ആര്? ഉത്തരം നൊവാക് ജോക്കോവിച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളൊക്കെ ഓർത്തു വയ്ക്കുക, നല്ലതായിരിക്കും. സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ 1ാം റാങ്കുകാരനെന്ന റെക്കോർഡ് നേടുന്ന താരം നൊവാക് ജോക്കോവിച്ച്. നെക്സ്റ്റ് ചോദ്യം, ഈ വർഷത്തെ പൈതൃക ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. ഈ വർഷത്തെ പൈതൃക ദിനത്തിൻ്റെ പ്രമേയം ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. പൈതൃക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 18 ആണ്. ഏപ്രിൽ 18. അതുപോലെ തന്നെ വേൾഡ് ആർട്ട് ദിനം എന്നായിരുന്നു? ഏപ്രിൽ 15. അപ്പോൾ പൈതൃക ദിനം ഏപ്രിൽ 18, വേൾഡ് ആർട്ട് ദിനം ഏപ്രിൽ 15. നെക്സ്റ്റ് ചോദ്യം, ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായമേറിയ പുരുഷൻ എന്ന റെക്കോർഡ് നേടിയ ഇംഗ്ലീഷുകാരൻ ആര്? ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പ്രായമേറിയ പുരുഷൻ എന്ന റെക്കോർഡ് നേടിയ ഇംഗ്ലീഷുകാരനായിട്ടുള്ള വ്യക്തിയാണ് ജോൺ ആൽഫ്രഡ് ടിനിസ്വുഡ്. ആരാണ്? ജോൺ ആൽഫ്രഡ് ടിനിസ്വുഡ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. 30 വർഷത്തിന് ശേഷം കാൻ ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം. ഉത്തരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അതായത് 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാൻ ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിന് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. കാൻ മേളയിൽ അല്ലെങ്കിൽ കാൻ ചലച്ചിത്രമേളയിൽ ഗോൾഡൻ പാം അല്ലെങ്കിൽ പാം ദിയോർ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ഇതിൻ്റെ ചലച്ചിത്ര സംവിധായിക ആരാണ്? പായൽ കബാഡിയാണ്. പായൽ കബാഡിയ. അപ്പോൾ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന് ഗോൾഡൻ പാം പുരസ്കാരം കിട്ടി, പാം ദിയോർ പുരസ്കാരം കിട്ടി. അപ്പോൾ ഇതിൻ്റെ സംവിധായിക ആരാണ്? പായൽ കബാഡിയാണ് കേട്ടോ, പായൽ കബാഡിയ. നെക്സ്റ്റ് ചോദ്യം, US പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് പുരസ്കാരത്തിന് അർഹനായ ജൈന മതാചാര്യൻ ആര്? US പ്രസിഡന്റിന്റെ ഗോൾഡ് വോളണ്ടിയർ സർവീസ് പുരസ്കാരത്തിന് അർഹനായ ജൈന മതാചാര്യനായിട്ടുള്ള വ്യക്തി ലോകേഷ് മുനി. ആരാണ്? ലോകേഷ് മുനി. അതുപോലെ തന്നെ UNOയുടെ ഇന്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധി. ഉത്തരം ജഗജിത് പാവ്ദിയ. ആരാണ്? നമ്മുടെ UNOയുടെ ഇന്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധിയാണ് ജഗജിത് പാവ്ദിയ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികളുടെ ആകെ വിപണി മൂല്യം 400 ലക്ഷം കോടി രൂപയിലെത്തിയ ദിനം. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓഹരികളുടെ ആകെ വിപണി മൂല്യം 400 ലക്ഷം കോടി ഈയിടയ്ക്ക് എത്തിയായിരുന്നു. ആ ഡേറ്റ്
2024 ഏപ്രിൽ 8. 2024 ഏപ്രിൽ 8. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. IPL ക്രിക്കറ്റിൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 100 റൺസ് എന്നീ 3 നേട്ടങ്ങൾ കൈവരിക്കുന്ന ആദ്യ താരം രവീന്ദ്ര ജഡേജയാണ്. IPL ക്രിക്കറ്റ് ചരിത്രത്തിൽ 100 ക്യാച്ച്, 100 വിക്കറ്റ്, 100 റൺസ് ഈ 3 നേട്ടങ്ങളും ഒന്നിച്ച് കൈവരിക്കുന്ന വ്യക്തി, ആദ്യത്തെ താരമാണ് രവീന്ദ്ര ജഡേജ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ആയ ട്രാൻസ് മുദ്ര തുടങ്ങിയ നഗരം ഏത്? ഉത്തരം കോഴിക്കോട്. അതായത് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി, അതിൻ്റെ പേരാണ് ട്രാൻസ് മുദ്ര. ഇത് തുടങ്ങിയത് ഏത് നഗരത്തിലാണ്? ഉത്തരം കോഴിക്കോട്. അതുപോലെ തന്നെ കോയമ്പത്തൂർ, പൊള്ളാച്ചി, പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ പേര്? ഉത്തരം ഉദയ് ആണ്. കോയമ്പത്തൂർ, പൊള്ളാച്ചി, പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആണ് ഉദയ്. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് പഠിച്ചത്. നമുക്കറിയാം ഇനി വരുന്ന എക്സാമിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് മാർക്ക് നിർണായകമാണ് ഈ ഒരു കറണ്ട് അഫെയർസിൽ നിന്നുള്ള കാര്യങ്ങൾ സ്കോർ ചെയ്യുക എന്നുള്ളത്. അതിന് ഞാൻ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് തീർച്ചയായും യൂസ്ഫുൾ ആകും. യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.